CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 2 റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രാദേശിക ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ടു. തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും തുടരുന്ന അവഗണനയിൽ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനവും നൽകി. അങ്ങാടിപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന മിനി ലോറിക്ക് തീപിടിച്ചു. ലോറിയിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. മുക്കത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് പഴയ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറിയിലാണ് തീ പടർന്നത്. അട്ടപ്പാടി റോഡ് 1-ാം ഘട്ടം ഇഴഞ്ഞു നീങ്ങുന്നതിൽ കരാറുകാരനെതിരെ പരാതി ഉന്നയിച്ച് MLA. മണ്ണാർക്കാട് മണ്ഡലത്തിലെ കിഫ്ബി പ്രവൃത്തികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു. മലപ്പുറം കളക്ടറേറ്റിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 2 റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രാദേശിക ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ടു. തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും തുടരുന്ന അവഗണനയിൽ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനവും നൽകി. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ഉൾപ്പെടുന്ന പൂർണ്ണമായും 8 മീറ്റർ വീതിയുള്ള പള്ളിക്കുന്ന് മുതൽ കാളിക്കടവ് വരെ 1.5 കിലോമീറ്റർ ഭാഗവും ഹൈസ്കൂൾ പടി മുതൽ വില്ലേജ് പടി വരെ 1.5 കിലോമീറ്റർ ഭാഗവുമാണ് പാടെ തകർന്നു കിടക്കുന്നത്. മഴ തുടങ്ങിയാൽ ഇതുവഴിയുള്ള ബസ്, ഓട്ടോ സർവീസ് ഉൾപ്പെടെ മുടങ്ങുന്ന സ്ഥിതിയാകും. ഇക്കാര്യങ്ങളെല്ലാം പ്രാദേശിക ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കളക്ടറെ ധരിപ്പിച്ചു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി. നിലവിൽ തദ്ദേശ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും തടസ്സവാദം പറഞ്ഞ് ഒഴിയുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി പെരിന്തൽമണ്ണയിൽ എത്തിയ ഘട്ടത്തിലും നാട്ടുകാർ വിഷയം ഉന്നയിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല. പഞ്ചായത്ത് ആസ്തി രേഖയിലുള്ള റോഡിന് പഞ്ചായത്തിൽ നിന്ന് തുക ലഭിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതിലാണ് മറ്റു വകുപ്പുകളെ സമീപിക്കുന്നതെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. ജില്ലാ കളക്ടറെ കാണാൻ വന്നത് എല്ലാ തരത്തിൽ മുട്ടിയപ്പോഴും അത് വർക്കൗട്ടായില്ല. ഒരാളും ഒരു മേഖലയിൽ നിന്നും ഫണ്ട് വെച്ചില്ല. അപ്പോൾ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ ഈ പ്രശ്നം ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി എത്തിയതാണ്. ജില്ലാ കളക്ടർ പറഞ്ഞത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ട് PWD ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കാം, എന്തായാലും കാര്യമായ രീതിയിൽ ഇടപെടാനാണ് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പോഴത്തെ പുതിയ റിസൾട്ടുള്ളത്. തുടർന്ന് പ്രാദേശിക ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ RDOയുമായും സംസാരിച്ചു. വിഷയത്തിൽ ഇടപെടാമെന്ന് RDO ഉറപ്പു നൽകിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ K. രാമചന്ദ്രൻ, കൺവീനർ T. മുഹമ്മദ് എന്ന മാനാജി, ട്രഷറർ P. പ്രസേനൻ, ജയരാജൻ, സുകുമാരൻ, സജീവ്, മുഹമ്മദ് കുട്ടി, മുഹമ്മദ് അലി, കുഞ്ഞിപ്പ, മണി എന്ന സുന്ദരൻ എന്നിവരാണ് കളക്ടറെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചത്. പ്രാദേശിക ആക്ഷൻ കൗൺസിൽ കഴിഞ്ഞ ദിവസം ആലിപ്പറമ്പ് ഹൈസ്കൂളിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരമാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ പരാതിയുമായി സമീപിക്കാൻ തീരുമാനിച്ചത്. പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും അണിനിരത്തി പ്രക്ഷോഭ, നിസ്സഹകരണ, ബഹിഷ്കരണ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. CCN മലപ്പുറം. അങ്ങാടിപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന മിനി ലോറിക്ക് തീപിടിച്ചു. ലോറിയിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. മുക്കത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് പഴയ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറിയിലാണ് തീ പടർന്നത്. ലോറിയിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. തിങ്കളാഴ്ച പകൽ 3:30യോടെയായിരുന്നു സംഭവം. അങ്ങാടിപ്പുറം ടൗണിൽ നിന്ന് പരിയാപുരം റോഡിലേക്കു കയറിയ ഉടനെയാണ് തീ പടർന്നത്. സമീപത്തെ കടയിൽ നിന്ന് അഗ്നിരക്ഷാ ഉപകരണങ്ങൾ എത്തിച്ചാണ് തീയണച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്ന് ഫയർഫോഴ്സും ട്രോമ കെയർ പ്രവർത്തകരും എത്തുമ്പോഴേക്കും ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് തീയണച്ചിരുന്നു. CCN പെരിന്തൽമണ്ണ. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രേരണ എന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത വാണിയകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിക്കും അധ്യാപികയ്ക്കും സ്വീകരണം നൽകി. ജില്ലാ സംസ്ഥാന തലത്തിൽ നടത്തിയ പരീക്ഷയിലൂടെയാണ്
ഈ പ്രോഗ്രാമിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. ഗുജറാത്തിലെ വഡ്നഗറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രേരണ എന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാമിലാണ് കേരളത്തിൽ നിന്ന് വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ വേദ വാസുദേവും അധ്യാപികയായ രാഗില TR പങ്കെടുത്തത്. ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ 7 ദിവസങ്ങളിലായി ഗുജറാത്തിലെ വഡ്നഗറിലുള്ള പ്രേരണ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020, വികസിത ഭാരതം 2047 കാഴ്ചപ്പാടുകൾ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നീ തലങ്ങളിൽ ഊന്നിയുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പരിപാടികളാണ് നടന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രേരണ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് 2 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതിലൊന്ന് വേദ വാസുദേവ് TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. TRK ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അക്കാദമിക മികവിന്റെ ഉദാഹരണമാണത്. അതിൽ TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ അധ്യാപകരും അഭിമാനിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്ത വേദ വാസുദേവനും രാഗില ടീച്ചർക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. TRK ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ P ജഗദീഷിന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ വിദ്യാകേശവൻ, ഋതുവത്സൻ, P ഗണേഷ്, ഗിരീഷ് ഗോപിനാഥ്, P ഉല്ലാസ്, P സുജിത്ത് എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള താൽപര്യം നടത്തുന്ന പ്രോഗ്രാമാണ് പ്രേരണ പ്രോഗ്രാം. ദേശീയോദ്ഗ്രഥനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇന്ത്യയിലെ 10 സ്റ്റേറ്റിൽ നിന്നുള്ള 10 ടീച്ചേഴ്സും 20 വിദ്യാർത്ഥികളുമാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ളത്. പല സംസ്ഥാനത്തെ അധ്യാപകരായി പരിചയപ്പെടാനും അവരുടെ സംസ്കാരവും പിന്നെ ഭക്ഷണവും എല്ലാം പരിചയപ്പെടാനുള്ള എക്സ്പോസറായിട്ടാണ് ഇത് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾ ഭാരത സംസ്കാരം എന്ന് മനസ്സിലാക്കി തരാൻ ഈ ഒരു പദ്ധതി കൊണ്ട് സാധിച്ചു. ഞാനൊരു ടീച്ചർ എന്ന നിലയിൽ വലിയൊരു എക്സ്പോഷറായിട്ട് തന്നെയാണ് ഞാനിത് കണക്കാക്കുന്നത്. CCN ഒറ്റപ്പാലം. ശ്രീകൃഷ്ണപുരം പകരാവൂർ കടിയാറ്റ ദേവസ്വം വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 10 മുതൽ 17 വരെ നടക്കും. സപ്താഹ നാളുകളിൽ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം, പാരായണം, പ്രഭാഷണം എന്നിവ നടക്കും. കാരാട് പരമേശ്വരൻ നമ്പൂതിരി യജ്ഞാചാര്യനാകും. 10 വൈകുന്നേരം 6 യജ്ഞവേദിയിൽ ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി കുരിശാത്തമണ്ണ കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് യജ്ഞത്തിന് സമാരംഭം കുറിക്കും. 6:45 ഭാഗവത മാഹാത്മ്യ വർണ്ണനം നടക്കും. സപ്താഹ നാളുകളിൽ രാവിലെ 6:30 വിഷ്ണു സഹസ്രനാമം, 7 മുതൽ 9 വരെയും 9:30 മുതൽ 1 മണി വരെയും പാരായണവും പ്രഭാഷണവും നടക്കും. ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, തുടർന്നും പാരായണവും പ്രഭാഷണവും ഉണ്ടാകുമെന്ന് കമ്മിറ്റി ഭാരവാഹികളായ ട്രഷറർ CT രാമദാസ്, ട്രസ്റ്റി J കൃഷ്ണൻ, ചെയർമാൻ A ശങ്കരനാരായണൻ, C സതീഷ്, NV സതീദേവി, A കൃഷ്ണകുമാർ, A ജയകുമാർ എന്നിവർ അറിയിച്ചു. മെയ് 10 തീയതി മുതൽ മെയ് 18 തീയതി വരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാന ആചാര്യനായിട്ട് വരുന്നത് കാരാട്ട് പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. അതുപോലെ തന്നെ പിന്നെ ദേവി പരമേശ്വരനാണ്. അല്ല, പ്രധാന ആചാര്യൻ ഞാൻ പറഞ്ഞല്ലോ കാരാട്ട് പരമേശ്വരൻ നമ്പൂതിരി. ഓക്കെ. ഉപ ആചാര്യ പാലോന്നം ഷീന മുഴക്കുന്ന, ഉപ ആചാര്യൻ ACTV ചന്ദ്രശേഖരൻ നമ്പൂതിരി മുഴക്കുന്ന. ഇവരാണ് പ്രധാന ആചാര്യന്മാർ. ഈ ക്ഷേത്രപ്പോൾ ഏതാണ്ട് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഇപ്പോൾ 135 കൊല്ലത്തോളമായിട്ടുണ്ട്. ഗുരുവായൂരിലുള്ള ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ അതേ സ്വരൂപമാണ് ആകാരം കൊണ്ടും ഭാവഹാവാദികൾ കൊണ്ടും എല്ലാം ഈ കടിയാറ്റ ദേവസ്വം ക്ഷേത്രത്തിലുള്ളത്. അതിനൊരു കാരണമുണ്ട്. CCN കടമ്പഴിപ്പുറം. അമ്പലപ്പാറ കടമ്പൂർ BBALP സ്കൂൾ അവധിക്കാല നീന്തൽ പരിശീലനം ആരംഭിച്ചു. പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. കടമ്പൂർ യുവരശ്മി ക്ലബിന്റെ സഹായത്തോടെയാണ് കുട്ടികൾക്കായി PTA ആഭിമുഖ്യത്തിൽ അവധിക്കാല നീന്തൽ പരിശീലനം നടത്തുന്നത്. പരിപാടിക്ക് സ്കൂൾ പ്രധാനാധ്യാപിക VM ലീന സ്വാഗതം പറഞ്ഞു. വാർഡംഗം A വിജിത അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് വിശിഷ്ടാതിഥിയായി. റിട്ടയർഡ് പോലീസ് ഓഫീസർ AN മോഹനൻ, PTA പ്രസിഡന്റ് രാജേഷ്, MPTA പ്രസിഡന്റ്
പ്രിയ, യുവരശ്മി ക്ലബ്ബ് സെക്രട്ടറി ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന് അധ്യാപിക എയുലത നന്ദി അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. അട്ടപ്പാടി റോഡ് ഒന്നാം ഘട്ടം ഇഴഞ്ഞു നീങ്ങുന്നതിൽ കരാറുകാരനെതിരെ പരാതി ഉന്നയിച്ച് MLA. മണ്ണാർക്കാട് മണ്ഡലത്തിലെ കിഫ്ബി പ്രവൃത്തികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർത്തു. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിലായി പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ച് N. ഷംസുദ്ദീൻ MLAയും കിഫ്ബി അധികൃതരും തമ്മിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടത്തി. അട്ടപ്പാടി റോഡിന്റെ ഒന്നാം ഘട്ട പ്രവൃത്തികൾ കരാറുകാരൻ വൈകിപ്പിക്കുന്നതിലുള്ള പരാതി MLA അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. പണി പൂർത്തീകരിക്കുവാൻ ആവശ്യമായ ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ഈ വിഷയം KRFB പ്രോജക്ട് ഡയറക്ടർ അശോക് കുമാറിനോടും MLA പരാതിപ്പെട്ടു. അദ്ദേഹവും ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി. പ്രസ്തുത റോഡിന്റെ തന്നെ രണ്ടാം ഘട്ടത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും വൈകാതെ തന്നെ എഗ്രിമെന്റ് വച്ച് പ്രവൃത്തി ആരംഭിക്കുവാൻ കഴിയുമെന്നും മൂന്നാം ഘട്ട പ്രവൃത്തികളായ മുക്കാലി മുതൽ ആനക്കട്ടി വരെയുള്ള ഭാഗങ്ങൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും അധികൃതർ യോഗത്തിൽ പറഞ്ഞു. മലയോര ഹൈവേയുടെ ഭാഗമായ കാഞ്ഞിരംപാറ കുമരംപുത്തൂർ ചുങ്കം പ്രവൃത്തികളുടെ പ്രാഥമിക ഘട്ടം തുടങ്ങിയതായും ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. തെങ്കര, ഭീമനാട്, അഖളി, ഷോളയൂർ എന്നീ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരുന്നതായും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവൃത്തികൾ തുടങ്ങിയതായും 5% പ്രവൃത്തികൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഈ വർഷം കൂടി അവസാനത്തോടുകൂടി മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു. യോഗത്തിൽ MLA കൂടാതെ കിഫ്ബി GM ശൈല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. KSFE മലപ്പുറം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും നടത്തി. കൂട്ടായ്മയും ക്ലാസും P. ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് പഠിക്കുന്ന സഹപാഠിയെ മറ്റു സഹപാഠികൾ ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തി. ഇങ്ങനെ കൊലപാതകങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ വാർത്ത നമ്മൾ കേട്ട് ആ വാർത്ത കേൾക്കുന്നത് പോലും നമുക്കിപ്പോൾ ഒരു വിഷയമല്ലാതെ പ്രശ്നങ്ങൾ. ചടങ്ങിൽ ബോധവൽക്കരണ ക്ലാസ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ് നടത്തി. KSFE ചെയർമാൻ വരദരാജൻ അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കൊന്നോല മുഖ്യാതിഥിയായി. KSFE അസിസ്റ്റന്റ് ജനറൽ മാനേജർ KT ചന്ദ്രശേഖരൻ സ്വാഗതവും ചീഫ് മാനേജർ K. ഇർഷാദ് നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. രാജ്യത്ത് ജാതി സെൻസസ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കൽ അത്യാവശ്യമാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം JP വേലായുധൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്നും അസമത്വം നിലനിൽക്കുന്നുവെന്നും വേലായുധൻ പറഞ്ഞു. എന്തിനാണ് ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളാണ്. അവരുടെ കണക്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പിന്നോക്ക ജനവിഭാഗങ്ങൾ ഒട്ടനവധിയുണ്ട്. അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളുണ്ട്. സിഖുകാരുണ്ട്, മുസ്ലിംസ് ഉണ്ട്, പാർസികളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പട്ടികജാതി പട്ടികവർഗങ്ങൾ ഇന്ത്യയിൽ മൊത്തം. ഇവരൊക്കെ മുന്നോക്ക സമുദായങ്ങളിൽ സെൻസസ് നടക്കണം. എന്താ വെച്ചാൽ ഇവിടെ ഈ ജാതി സെൻസസ് എടുക്കുമ്പോൾ ഓരോ ജാതിയുടെയും മൊത്തം ജനസംഖ്യ അറിയണം. ഇന്നേ വരെ ഓരോ ജാതിയുടെ ജനസംഖ്യ നമുക്ക് അറിയില്ല. ഇതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്, റിസർവേഷൻ അല്ല. എല്ലാ ജനങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ശോഭിക്കുകയുള്ളൂ. കേന്ദ്രീകൃത ഭരണം നമ്മൾ പാലം മാറ്റണം. 75 കൊല്ലത്തെ അനുഭവമാണ് വേണ്ടത്. എല്ലാവർക്കും തുല്യമായി അവസരം കിട്ടിയില്ല. എല്ലാവർക്കും തുല്യമായി ഒരു കാര്യത്തിലും നേട്ടം കിട്ടിയില്ല. ഒക്കെ ചില്ലറ നേട്ടം കിട്ടി എന്നുള്ളതല്ല. അതല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ച അതിന് വേണ്ടിയല്ല. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ ആശയങ്ങളിൽ നിന്ന് എത്ര വിദൂരത്താണ് ഇന്നത്തെ സർക്കാരെന്നും പട്ടികജാതി പട്ടികവർഗക്കാരും മറ്റു മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളും ഇന്നും ഇരകളായാണ് ജീവിക്കുന്നതെന്നും വേലായുധൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ CA ശിവകുമാർ, VV സുഹൈൽ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലേക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. കൊള്ളയടിച്ച് മുന്നോട്ട് പോകുന്ന കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയെ അഴിമതി മുഖ്യ പിണറായി
LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം കേരള ജനത തള്ളിക്കളയുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. നമുക്കറിയാം, ഈ മന്ത്രിസഭ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. കാലിയായ ഖജനാവിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി പണം വാരി ചെലവാക്കിക്കൊണ്ടാണ് ഈ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. അതായത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് വിശുദ്ധ വേഷം നൽകുന്നതിന് വേണ്ടിയാണ് 14 ജില്ലകളിലും മന്ത്രിസഭാ വാർഷികവുമായിട്ട് DCC പ്രസിഡന്റ് VS ജോയ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, സെക്രട്ടറിമാരായ KPA മജീദ്, PT അജയ് മോഹൻ, V ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. അബേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 25ഓളം കുട്ടികൾ ക്യാമ്പസ് പ്ലേസ്മെന്റോടുകൂടി യൂറോപ്പിലേക്ക്. 250ഓളം കുട്ടികൾ ഗ്രാജുവേറ്റഡ് ആവുന്ന കോൺവെക്കേഷൻ ചടങ്ങ് നടന്നു. പരിപാടി അബേറ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് A ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച തൊഴിലവസരങ്ങൾ അവർക്കായി നൽകിക്കൊണ്ട് അബേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഏറ്റവും വലിയ 250ഓളം കുട്ടികൾ ഗ്രാജുവേറ്റഡ് ആവുന്ന ഏറ്റവും വലിയ കോൺവെക്കേഷൻ സെറിമണിയിലെ 25ഓളം കുട്ടികളാണ് യൂറോപ്പിലേക്ക് പറക്കുന്നത്. അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എഞ്ചിനീയർ കെ മുഹമ്മദ് അവർ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന ബഹുമാനായ CMD അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അഡ്വക്കേറ്റ് A ഷംസുദ്ദീൻ അവർ ഡോക്ടർ അഡ്വക്കേറ്റ് A ഷംസുദ്ദീൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വേദിയിൽ പ്രതീക്ഷിക്കാം. സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിലെ 250 കുട്ടികളും 100% പ്ലേസ്മെന്റോടുകൂടി ലോകത്തിലെ പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നു എന്നുള്ളത് കോൺവെക്കേഷന്റെ പ്രത്യേകതയായിരുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാർത്ഥികളുടെ ട്രെൻഡ് എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയി അവിടെ തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്നാൽ അബേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞ ആളുകൾ കോഴ്സിന് ശേഷം ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകാതെ തന്നെ നമ്മുടെ നാട്ടിൽ പഠിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പോകാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് അബേറ്റ് ഈ സൊസൈറ്റിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം അവരുടെ ചെലവ് വളരെ കുറഞ്ഞു കിട്ടും. സ്വാഭാവികമായിട്ടും യൂറോപ്പിൽ പഠിച്ച് അവിടെ ജോലിക്ക് നിൽക്കുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവാണ്. അതേസമയം അബേറ്റിൽ വിദ്യാഭ്യാസ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് തന്നെ യൂറോപ്പ് അടക്കമുള്ള ജർമ്മൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ധാരാളം തൊഴിലവസരങ്ങൾ നേടുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി 4ാം വർഷവും ഇന്റീരിയർ ഡിസൈനിങ്ങിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ലഭിച്ച ആയിഷ ഫർഹയെയും അബേറ്റ് ആർക്കിടെക്ചർ കോളേജിന്റെ പ്രിൻസിപ്പളായ ആസിഫ് ആർ ഖാനെയും ചടങ്ങിൽ ആദരിച്ചു. വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ സ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരുടെ ഉള്ളിലുള്ള ഒരു ഇൻട്രോൺ ടാലന്റ് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ അവസരങ്ങളും അബേറ്റ് നമുക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൽ PhD മാസ്റ്ററായി മാറിയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ആസിഫ് ആർ ഖാൻ അദ്ദേഹത്തിനുള്ള സ്നേഹ ഉപഹാരം ഇവിടെ വെച്ചു. ഡോക്ടർ അഡ്വക്കേറ്റ് A ഷംസുദ്ദീൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പുരസ്കാരം കൈമാറുന്നതിന് വേണ്ടി. പൊന്നാടി അണിയിച്ചുകൊണ്ട് അബേറ്റിന്റെ വിജയ നക്ഷത്രങ്ങൾക്ക് മിന്നും തിളക്കം നൽകുന്ന ഈ വിജയവേദിയിൽ അഭിമാനത്തോട് കൂടി തന്നെ ഫർഹ നമുക്കൊപ്പം വേദിയുടെ ഭാഗമാവുകയാണ്. ഉപഹാരം കൂടി കൈമാറുന്നു, സ്നേഹാദരം കൂടി കൈമാറുകയാണ്. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ഈ ഒരു നിമിഷത്തിൽ നേരുകയാണ്. കോൺവെക്കേഷനിൽ അബേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പെരിന്തൽമണ്ണ, കോഴിക്കോട്, കണ്ണൂർ, കോയമ്പത്തൂർ ബ്രാഞ്ചുകളിലെ 2018 മുതൽ 2024 വരെയുള്ള ഇന്റീരിയർ ഡിസൈനിങ്, ഒപ്റ്റോമെട്രി, ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥികളും കേരളത്തിലെ പല ജില്ലകളിലെയും തമിഴ്നാട്ടിലെയും ആൻഡമാൻ, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും വിദ്യാർത്ഥികളാണ് ഗ്രാജുവേറ്റഡ് ആയത്. Congratulations, Arafa Parveen P.
അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആഷ്ന റോസ്, congratulations ആഷ്ന റോസ്. We have ladies and gentlemen, ആഷ്ന റോസ് BSc Optometry 2008. പരിപാടി അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് എ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് 100% വിശ്വാസമുള്ള കോഴ്സുകൾ മാത്രം തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ എനിക്ക് വിശ്വാസമുള്ള കാര്യങ്ങളിൽ എന്റെ മക്കളെ കൂടി ചേർക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒപ്റ്റോമെട്രി കോഴ്സിൽ എന്റെ മകൻ ഷർഷാദിലെയും ഇന്റീരിയർ കോഴ്സിൽ എന്റെ മകൾ ശരയും ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഈ കോഴ്സിൽ രണ്ടിലും 100% വിശ്വാസമാണുള്ളത്. അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ എഞ്ചിനീയർ എ മുഹമ്മദ് കുട്ടി ചടങ്ങിന് നന്ദി അറിയിച്ചു. പ്രൊജക്ട് എഞ്ചിനീയർ അമീർ പാതാരി സ്വാഗതം പറഞ്ഞു. I will do my utmost to serve my community. Think big and lead with heart. May benefit from all new means. CCN പെരിന്തൽമണ്ണ. താഴിക്കോട് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായി വാങ്ങിയ വാഹന കൈമാറ്റവും യൂണിഫോം വിതരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ഉദ്ഘാടനം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ വകയിരുത്തിയാണ് വാഹനം വാങ്ങിയത്. 3 ലക്ഷം രൂപ വകയിരുത്തി 40 ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള യൂണിഫോം കോട്ട് വിതരണവും ചടങ്ങിൽ നടന്നു. ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി കൺസോർഷ്യം പ്രസിഡന്റ് ശ്രീജ, സെക്രട്ടറി രജനി എന്നിവർ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീശാന്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല താഴേത്തൊടി, ഷിജില ദിലീപ്, വിഇഒമാരായ MR ആശ, ഗോപൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷബീർ എന്നിവർ സംസാരിച്ചു. IRTC കോർഡിനേറ്റർ കെ ജിജീഷ് സ്വാഗതവും കെ രജനി നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 2 റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രാദേശിക ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ടു. തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും തുടരുന്ന അവഗണനയിൽ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനവും നൽകി. അങ്ങാടിപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന മിനി ലോറിക്ക് തീപിടിച്ചു. ലോറിയിലുണ്ടായിരുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. മുക്കത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് പഴയ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറിയിലാണ് തീ പടർന്നത്. അട്ടപ്പാടി റോഡ് 1ാം ഘട്ടം ഇഴഞ്ഞു നീങ്ങുന്നതിൽ കരാറുകാരനെതിരെ പരാതി ഉന്നയിച്ച് MLA. മണ്ണാർക്കാട് മണ്ഡലത്തിലെ കിഫ്ബി പ്രവൃത്തികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു. മലപ്പുറം കളക്ടറേറ്റിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.